ഇനി വേണ്ട. രാഷ്ട്രീയ മുതലെടുപ്പ് നിർത്തുക. ജനങ്ങളെ ഉണരൂ. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് നിങ്ങൾക്ക് കൂടി സമന്വയം കാഴ്ചവെക്കുന്നു. ജനഗോ കേരളത്തിന്റെ ഭാഗത്ത് എങ്ങും നല്ല വെള്ളവും മഴയും ഐശ്വര്യവും സമ്പൽസരവും തന്നാനെ താനാനെ താനാനെ മഴയോ വളരെ ദുർബലമായിരുന്നു. നമ്മുടെ സമൃദ്ധി മാത്രം നോക്കിയാൽ പോരാ, അയൽക്കാരുടെ രാജ്യങ്ങളുടെ കാര്യം കൂടി നാം പരിഗണിക്കണം. എങ്കിലേ നമ്മുടെ മഹത്വം അർത്ഥപൂർണമാകൂ. അല്ല, പാണ്ഡ്യരാജ്യത്ത് കണ്ടു വരൾച്ചയാണ് നാം കേട്ടു. അല്ല, എന്താ ഇതിനൊരു പ്രതിവിധി? കുറച്ച് നിബന്ധനകൾ വെച്ച് അവർക്ക് കൂടെ വെള്ളം കൊടുത്തുകൂടെ മഹാരാജൻ? അടിയൻ തിരുവള്ളുണ്ടാവണം. വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രശസ്തി മാനോളം ഉയരും. മാത്രമല്ല ദാനശീലമാണല്ലോ നമ്മുടെ പൈതൃകം. എനിക്ക് മന്ത്രിമുഖ്യൻ നിബന്ധനകൾ തയ്യാറാക്കിക്കോളൂ. കൽപ്പന വലുതാണ്. പാണ്ഡ്യരാജ്യത്ത് കടുത്ത വരൾച്ചയും ദാരിദ്ര്യവും കൊടുകുത്യമായിരുന്നു. അവിടുത്തെ സമ്പത്തും സമൃദ്ധിയും കളിയാടുന്നതിന് വേണ്ടി
തിരുവിതാംകൂർ മഹാരാജാവ് മുല്ലപ്പെരിയാർ അണകെട്ടുകളിലും കൊടുക്കാൻ കൽപ്പിക്കുന്നു. വെള്ളത്തിന്റെ മഹത്വം ഊട്ടിയുറപ്പിക്കുവാൻ പോയ കേരളം ഇന്ന് ഒരു ഉരാകുടുക്കിൽ പെട്ടുപോയി. ഒരിടത്ത് ഭക്ഷണത്തിനും കൃഷിക്കും വേണ്ടി അധ്വാനിക്കുന്ന തമിഴ് ജനതയുടെ കുറവിൽ, മറുവശത്തോ സ്വന്തം കിടപ്പാടോ ജീവനും വേണ്ടി കേഴുന്ന കേരള ജനത. അപ്പൊ കോഴിയോ? കോഴിയിലായിരിക്കോ? കോഴിപ്പിക്കും. രാവിലെ ഓരോരുത്തന്മാർ വന്നോളും. ഓരോ എണ്ണങ്ങൾ വന്നങ്ങളായി ജലനിരപ്പ് 136 അടിയാളില്ലോ. ജനങ്ങൾ ആശങ്ക. ഈ ജനങ്ങൾ എന്തിനാ ആശങ്കപ്പെടുന്നത്? കളക്ടർ മന്ത്രി പറയുന്നത് എല്ലാം നമ്മുടെ കൺട്രോളിലാണല്ലേ? അതെങ്ങനെയല്ല, എല്ലാം നമ്മുടെ കൺട്രോളാണ്. സായിപ്പ് പറയും 50% ഗ്യാരണ്ടി വരെ ഡാമല്ലേ. ഇപ്പൊ 114 ബസ്സുകളായില്ലേ? 114 ബസ്സുകള്. അത് മാത്രമല്ല, പ്രതിവർഷം 35 ടണ്ണ സുർക്കിയും ചുണ്ണാമ്പ് ഒലിച്ചു പോകുന്നേ. പിന്നെ അടിക്കടി ഭൂമിക്കുലുക്കം. അതും അണക്കെട്ടിന് 50 കിലോമീറ്റർ ചുറ്റണല്ലേ? പിന്നെ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ 22 പ്രാവശ്യം ഭൂമി ഒലിഞ്ഞ്. പിന്നെ എങ്ങനെയാ ചേട്ടാ ജനങ്ങൾ ആശങ്കപ്പെടാതിരിക്കണേ? ഭൂകമ്പം പ്രകൃതിയുടെ സൂചനയാണ്. തമിഴ്നാട്ടുകാരാ, ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടൂലോ? ഇല്ലേ, തകരുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് ജീവന്റെ പ്രശ്നമാണ്. തണ്ണി ഞങ്ങൾക്ക് ഉയിർ. തണ്ണിയില്ലാതെ കൃഷിയില്ലേ, കൃഷിയില്ലാതെ ജീവനില്ലേ? 35 ലക്ഷം ജനങ്ങൾ, അവരുടെ കൃഷിയിടങ്ങൾ, അവരുടെ ഒരേ സംസ്കാരം, ഇവരെല്ലാം നഷ്ടമാകും. ഇവരെല്ലാം മൊത്തം പ്രശ്നമാണല്ലോ. എന്താ പച്ചക്കാരെ, എന്താ രാജ്യത്തിന്റെ പിള്ളേരെ, ഇതിനൊരു പരിഹാരം വേണ്ടേ? ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഇതിനൊരു പരിഹാരം വേണ്ടേ? തമിഴ്നാട്ടുകാരാ, ഇവിടെ വന്നിരിക്കും. കേരളക്കാരെ, നിങ്ങളും വന്നിരിക്കാം. ആട്ടെ, യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേന്ദ്ര ജലവകുപ്പിന്റെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? 100 വർഷം പഴക്കമുള്ള എത്രയോ അണക്കെട്ടുകൾ ഇന്ത്യയിൽ ഇருக்கு. മുല്ലപ്പെരിയാർ പൊട്ടുന്നതിൽ ഒരു ന്യായവുമില്ലേ? നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള അനേകം അണക്കെട്ടുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അവയിലെങ്കിലും 200 മീറ്റർ ഉയരമുള്ള വെറും മൺ അണകളാണ്. മുല്ലപ്പെരിയാർ പോലുള്ള മറ്റ് അനേകം ഡാമുകൾ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഒരിക്കലും പൊട്ടിയില്ലല്ലേ? അത് സത്യമല്ല. ഇന്ത്യ, ശ്രീലങ്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ എത്രയോ ഗ്രാവിറ്റി ഡാമുകൾ കാണുന്നുണ്ട്. ലോകത്തിലാകെ 21 ഗ്രാവിറ്റി என்னையா சொல்றேன்? இந்த முல்லப்பெரியார் டேம் பொட்டியால் இடுக்கி டேம் இருக்கு இல்லையா, இந்த தண்ணி மொத்தம் ആ ഡാം താങ്ങിക്കൊള്ളു. അയ്യാ, ഈ 2 ഡാമുകളിൽ 34 കിലോമീറ്റർ മാത്രമേ അതിന്റെ പൂജകൾ വയ്ക്കുള്ളൂ. 3/4 ജനങ്ങൾ ആ വെള്ളപ്പൊക്കത്തിൽ നശിക്കും. போயா சும்மா போய் சொல்லாரு. இந்த டேம் பெருத்த ஸ்ட்ராங் டேம்.
ജീവിതത്തിന്റെ, അവരുടെ ദേശത്തിന്റെ, അവരുടെ നാടിന്റെ മൊത്തം സംസ്കാരത്തിന്റെ തുടച്ചു നീക്കലാണ്. 35 ലക്ഷം എത്രയാവട്ടെ, 10,000 ഇല്ലേ? അവിടെ അങ്ങ് മുല്ലപ്പെരിയാറിന്റെ അടിവാരത്ത് രാത്രി പിഞ്ചോമനകൾ ഉറക്കത്തെ ഞെട്ടിയുണർന്ന് സ്വന്തം അമ്മമാരെ വിളിച്ച് എഴുതുകയാണ്. ജനാധിപത്യം ചെയ്യേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളെയല്ല അവരെ സംരക്ഷിക്കേണ്ടത്. അടിയന്തര